ഹലോ, നമുക്കിന്നൊരു റാഗി ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ? റാഗി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, പുല്ല് എന്നൊക്കെ പറയും. ഇത് കുട്ടികൾ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കാറുണ്ട്. വളരെ അയണൊക്കെയുള്ള ഒരു ഐറ്റമാണ് റാഗി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കുട്ടികൾ കുറച്ചൊന്ന് മുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറുക്കൊന്നും കഴിക്കില്ല. അപ്പം നമുക്ക് ഇതുപോലെ ഹൽവയൊക്കെ ആക്കി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നന്നായിട്ടൊക്കെ കഴിക്കും. ഇതിനായിട്ട് ഞാനൊരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം പേസ്റ്റ് പോലെ ആവണമെന്നില്ല, എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റാഗിയുടെ പാല് മുകളിൽ തെളിയും. ആ തെളി മാത്രം നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ വീണ്ടും ഇതുപോലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാല് വീണ്ടും തെളിയും. അത് നമ്മൾ പാനിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴാണോ മറ്റേ പാലിൻ്റെ തിക്നെസ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ റാഗിയുടെ പാല് തെളിഞ്ഞ് വരുമെന്ന് പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിക്നെസ് കുറഞ്ഞ് ലാസ്റ്റ് വെള്ളം പോലെയാവും. അപ്പോൾ അതുവരെ നമ്മൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ പാല് മാത്രം നമ്മൾ വേർതിരിച്ച് എടുക്കണം. അതിനുശേഷം നമ്മൾ പാനിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ റാഗിയുടെ പാല് ഒന്നും കൂടെ ഒന്ന് നമ്മൾ അരിച്ചെടുക്കണം. കാരണം നമ്മൾ തെളി മാത്രം എടുത്ത് ഒഴിക്കുമ്പോൾ അതിൽ ചെറിയ തരികളൊക്കെ വീണ് പോയിട്ടുണ്ടാവും. നമ്മളൊന്നും കൂടെ അരിക്കുന്നതിലൂടെ അത് നല്ല ക്ലിയർ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ട് തിക്കാവണ വരെ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് തിക്കായി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ റാഗി ഹോളായിട്ട് എടുത്ത കാരണമാണ് നമുക്ക് ഇത്രയും അധികം പണി വരുന്നത്. നമ്മൾ റാഗിയുടെ പൗഡർ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മധുരമുള്ളത് എന്തുണ്ടാക്കിയാലും കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം ബാലൻസ് ആയി കിട്ടാൻ നല്ലതാണ്. ഇപ്പോൾ കണ്ടില്ല, റാഗിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മൾ റാഗിയുടെ പൊടി ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് നല്ല തിക്നെസ്സിൽ വരും. അതിൻ്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും. പക്ഷേ നമ്മളിവിടെ റാഗി മുഴുവനായിട്ടുള്ള റാഗി എടുത്ത കാരണം നമുക്ക് അത്ര തിക്നെസ്സായിട്ട് കിട്ടില്ല. ഒരു പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി പോലെയാണ് നമുക്ക് കിട്ടുക ഫൈനലി. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ശർക്കര പാനിയോ ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയോ ശർക്കര പൊടിച്ചതോ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നന്നായി വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ നെയ്യ് ആവശ്യം അത്രയും നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നെയ്യ് വീണ്ടും 2 മിനിറ്റ് കഴിയുമ്പോൾ 1 ടീസ്പൂണും കൂടെ ചേർത്ത് നോക്കാം. എപ്പോഴാണോ ഈ മിക്സ് പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവം ആവുന്നത് അതുവരെ നമുക്ക് ഓരോ ടീസ്പൂൺ വെച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് എത്ര ചേർക്കുന്നോ അത്രയ്ക്കും ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അധികം നെയ്യ് ചേർക്കണം എന്നില്ല. ഇതിന് ശേഷം നമുക്ക് ആ പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്ന പരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ല് പോലെ ഇരിക്കും. ഒരു പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കും. നേരെ തിരിച്ച് റാഗി പൗഡർ ആണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ട് ഹൽവയുടെ പീസ് പോലെ തന്നെ കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റാഗി ഹൽവ റെഡി. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അത് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്